ഇവിടെ ഒരു വലിയ ഡ്രാഗൺ വന്ന് രാജകുമാരിയെ വള്ളത്തോടെ എടുത്തോണ്ട് പോവാണ്. ഒരു രാജകുമാരിയെ ബ്രൈഡിനെ പോലെ ഒരുക്കിയിട്ട് ഒരു വള്ളത്തിലേക്ക് എടുത്തി മഞ്ഞുകട്ടകൾക്കിടയിലെ നദിയുടെ കുറുകെ കൂടി ഒഴുക്കി വിടാണ്. അപ്പൊ ആ നദിയുടെ ഓപ്പോസിറ്റിലെ രാജകുമാരിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് നിൽക്കുകയാണ്. അവനാണെങ്കിൽ ആ വള്ളത്തിലെ കയറ് വലിച്ച് രാജകുമാരിയെ അവന്റെ അടുത്തേക്ക് അടുപ്പിക്കുകയാണ്. അപ്പൊ ചുറ്റിനും നിൽക്കുന്ന ആളുകളെല്ലാം പഴയ കാലത്തെ ഒരു ഡ്രാഗന്റെ പാട്ട് പാടാൻ തുടങ്ങി. ഇത് ശരിക്കും അവരുടെ ഒരു ആചാരമാണ്. അങ്ങനെ അവർ പാടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് ഒരു വലിയ ഡ്രാഗൺ വന്ന് രാജകുമാരിയെ വള്ളത്തോടെ എടുത്തോണ്ട് പോകുന്നു. അപ്പൊ രാജകുമാരിയുടെ ഫിയാൻസി വള്ളത്തിൽ കിടന്ന് കയറ് വലിച്ച് അടുത്തുള്ള തൂണിൽ കെട്ടുന്നു. അതുകൊണ്ട് ഡ്രാഗന് പറന്നു പോകാൻ പറ്റാതെ വള്ളം രാജകുമാരിയും കൂടി താഴേക്ക് വീഴാണ്. പക്ഷെ ബോട്ട് മാത്രമേ തറയിൽ വീണുള്ളൂ. അപ്പോഴേക്കും ആ രാജകുമാരിയെ ഡ്രാഗൻ പിന്നെയും വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ടൊരു ഗുഹയ്ക്കുള്ളിലെ പാറമേലെ കൊണ്ടിട്ടിട്ട് തീ തുപ്പി അവളെ കൊല്ലാൻ നോക്കാണ്. ഉടനെ രാജകുമാരി അതിന്റെ തല പിടിച്ചടുപ്പിച്ച് അതിന്റെ മുഖത്ത് ചുംബിക്കുന്നു. അപ്പോഴാണ് ഡ്രാഗന് പഴയകാല ഓർമ്മകളൊക്കെ തിരികെ വരുന്നത്. ശരിക്കും ആ ഡ്രാഗൻ ഒരു മനുഷ്യനായിരുന്നു. പണ്ട് ഈ പെൺകുട്ടിയും ഡ്രാഗനും ജീവന് തുല്യം സ്നേഹിച്ചിരുന്നവരായിരുന്നു.